നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ് പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം. നാളികേര കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകർക്കും പദ്ധതി പ്രയോജനം ചെയ്യും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്തു. മീനച്ചിൽ സ്വദേശി പിടിയിൽ. കേസിൽ ഉൾപ്പെട്ട ദമ്പതിമാർ ഒളിവിൽ. CPI ജില്ലാ സമ്മേളനത്തിന് വൈക്കത്ത് തുടക്കം. കാനം രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ. പഠനത്തോടൊപ്പം കോളേജ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. നൈപുണ്യ പരിശീലന പദ്ധതിക്ക് തുടക്കം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന്റെ പദ്ധതി മാതൃകാപരമെന്ന് ഡോക്ടർ N. ജയരാജ്. വാർത്തകൾ വിശദമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ചിറക്കടവ് പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കേരഗ്രാമം പദ്ധതിയെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പാഠമുണ്ട്, തെങ്ങിന്റെ ഒരു ഭാഗവും ആവശ്യമില്ലാത്തതില്ല. ഒരുപക്ഷെ കൽപ്പധേനുവെന്ന് ഒരു കാലത്ത് തന്നെ വിളിച്ചത് ഇതിന്റെ ഏത് ഭാഗവും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തെങ്ങിനെ സ്നേഹിക്കുന്ന ഒരു കാലത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് കേരഗ്രാമം പദ്ധതികൾ ആവിഷ്കരിച്ചത്. പക്ഷേ കേരഗ്രാമം പദ്ധതിക്ക് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകൾ കേരകൃഷിക്ക് ആവശ്യമായിട്ടുള്ള തെങ്ങിൻ തൈകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. ഈ പഞ്ചായത്ത് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെയും പ്രോജക്റ്റ് പ്രത്യേകമായി ഈ പഞ്ചായത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് മുൻകാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാണിച്ച വലിയ താല്പര്യമാണ്. ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പല ഫണ്ടിൽ നിന്നും തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള തുക പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B. രവീന്ദ്രൻ നായർ, പഞ്ചായത്ത് അംഗങ്ങളായ NT ശോഭന, ഷാക്കി സജീവ്, അമ്പിളി ശിവദാസ്, ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നാളികേര കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകർക്കും കേരഗ്രാമം പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. തെങ്ങുകളുടെ തടം തുറക്കൽ, തെങ്ങിൻ തോപ്പിൽ ഇടവിള കൃഷി പ്രോത്സാഹനം, ജലസേചന സൗകര്യമൊരുക്കൽ, തെങ്ങുകയറ്റ യന്ത്രം ലഭ്യമാക്കൽ, രോഗകീട നിയന്ത്രണം, തെങ്ങിന് മരുന്ന് തളിക്കൽ, ജൈവവളം, രാസവളം, രോഗം ബാധിച്ച അല്ലെങ്കിൽ ഉൽപാദനം കുറഞ്ഞ തെങ്ങ് വെട്ടിമാറ്റുന്നതിനും പുതിയത് വയ്ക്കുന്നതിനും സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലായിൽ ഒരാൾ പോലീസ് പിടിയിലായി. മീനച്ചിൽ സ്വദേശി സോജനാണ് അറസ്റ്റിലായത്. ഈ കേസിൽ ദമ്പതിമാർ ഒളിവിലാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാല മീനച്ചിൽ മറ്റക്കാട്ട് സോജൻ MS പോലീസ് പിടിയിലായി. പാല പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കി. ഈ കേസിലെ മറ്റ് പ്രതികളായ പാല മുരിക്കുമ്പുഴ സ്വദേശികളായ ദമ്പതിമാരായ ജോജോയും ഭാര്യ സിനുവും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 പേരിൽ നിന്നായി 15 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ കരാറെടുത്ത് നടത്തിവരികയായിരുന്നു സോജൻ. ഇതിനിടയിലാണ് ജോലി തട്ടിപ്പിന് ശ്രമിച്ച് പിടിയിലായത്. വിളക്കുമരുത്, പാലാക്കാട്, മീനച്ചിൽ, കുറ്റില്ലം എന്നിവിടങ്ങളിലായി ഇയാൾ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. പാലാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ K, GSI ബിജു ചെറിയാൻ, CPOമാരായ സന്തോഷ്, അഭിലാഷ്, മിഥുൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാല. CPI ജില്ലാ സമ്മേളനത്തിന് വൈക്കത്ത് തുടക്കമായി. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പതാക, ബാനർ, കൊടിമര ജാഥകൾ വൈക്കം ബോട്ട് ജെട്ടിയിൽ സംഗമിച്ചു. കാനം രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് പതാക ജാഥ പുറപ്പെട്ടത്. CPI ജില്ലാ സമ്മേളനത്തിന് വൈക്കത്ത് കൊടിയുയർന്നു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പതാക, ബാനർ, കൊടിമര ജാഥകൾ വൈക്കം ബോട്ട് ജെട്ടിയിൽ സംഗമിച്ച ശേഷമാണ് ജില്ലാ സമ്മേളനത്തിന് കൊടിയുയർത്തിയത്. കാനം രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് രാവിലെ പതാക ജാഥ പുറപ്പെട്ടത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം OPS സലാം ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചേന്നംകുളം ജാഥ ക്യാപ്റ്റനും AIYF ജില്ലാ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ് വൈസ് ക്യാപ്റ്റനുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തൊഴിലധിഷ്ഠിത പദ്ധതികൾ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലിലും പരിശീലനം നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത സംരംഭകത്വ പദ്ധതികൾ നടപ്പാക്കുന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ പൂർണ്ണ അർത്ഥത്തിലുള്ള രൂപമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ നടന്ന ED ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള നൈപുണ്യ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയിലോ പരമ്പരാഗതമായ ശൈലിയിലോ നമുക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ മറ്റൊരു വിഷയത്തിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോഴും മറ്റ് പല രാജ്യങ്ങളും ഒരേ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം പഠനത്തോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഈവൻ നമ്മുടെ ഒരു പഠന രീതി പോലും പെഡഗോഗിയെ സംബന്ധിച്ചിടത്തോളം പോലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരം ആഴ്ചപ്പാടിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനം നടത്തിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് നമ്മുടേതായ പ്രാവീണ്യമുണ്ട്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ TJ മോഹനൻ, ഷക്കീല നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, മാഗി ജോസഫ്, ജോഷി മംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൈപുണ്യ കോഴ്സായ റബ്ബർ ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, ഭക്ഷ്യ സംസ്കരണം, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അഗ്രോ ഫുഡ് ലാബ് എന്നീ പദ്ധതികളാണ് കുട്ടികൾക്കായി നടപ്പാക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വൈദ്യുതാഘാതമേറ്റ് വീണ് അബോധാവസ്ഥയിലായ യുവാവിന് രക്ഷകനായി പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ NS അഭിലാഷ്. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനിടെ ട്രാൻസ്ഫോമറിലെ ലൈനിൽ തട്ടി ഷോക്കേറ്റ് വീണ തിരുവനന്തപുരം സ്വദേശി രാജേഷിനെയാണ് അഭിലാഷ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ വൈദ്യുതാഘാതമേറ്റ യുവാക്കൾക്ക് രക്ഷകനായി പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ NS അഭിലാഷ്. തെങ്ങണ ജംഗ്ഷനിലെ റിലയൻസ് ട്രെൻഡ്സ് വസ്ത്രവ്യാപാരശാലയിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനിടയിൽ ബോർഡ് ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് തൊഴിലാളികളായ യുവാക്കൾ അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ തിരുവനന്തപുരം സ്വദേശികളായ ജിത്തു, രാജേഷ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സംഭവം. ജിത്തു കമ്പിവേലിക്ക് ഉള്ളിലേക്കും രാജേഷ് റോഡിലേക്കും വീഴുകയായിരുന്നു. രാജേഷിന് CPR നൽകിയാണ് അഭിലാഷ് രക്ഷപ്പെടുത്തിയത്. ഞാൻ ഉച്ച കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നാടായ സ്ഥലത്ത് തെങ്ങണ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം. ഒരു ചോറൂണ് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇവിടെ തന്നെ ഒരു വിസിലടിക്കുന്ന സൗണ്ട് പോലെ കേട്ടു. അവർ രണ്ടുപേര് തെറിച്ച് പോകുന്നതാണ്. ഒരാൾ ഈ വേലിക്കെട്ട്, ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഒരു വേലിക്കെട്ടിൻ്റെ അകത്ത് ഒരാൾ വീണു, കുടുങ്ങിക്കിടന്നു. ഒരാൾ തെറിച്ച് വീണു, പുറത്തേക്ക് വീണു. ആ പുറത്തേക്ക് വീണ ആൾ പിന്നെ കുറേ നേരം നോക്കി ഞങ്ങളെല്ലാം നിന്നു. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അന്നത്തെ ഒരു ഇതിൽ പറ്റിയില്ല. പക്ഷെ പെടുന്നതിന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വൈദ്യുതി ഇല്ലയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ കോളറിനെ പിടിച്ച് മാറ്റി കിടത്തിയതിന് ശേഷം CPR സ്റ്റാർട്ട് ചെയ്തു. CPR സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ നേരം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വീണു. പിന്നെ അദ്ദേഹം വലിയ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആംബുലൻസിൽ യുവതി പ്രസവിച്ചപ്പോൾ നഴ്സിന്റെ ജോലിയും അഭിലാഷ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാമ്പാടി വട്ടമലപ്പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. മാങ്ങാനം സ്വദേശി ആശിഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാമ്പാടി ഭാഗത്തേക്ക് വന്ന ബൈക്ക് ബസിനെ മറികടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് വന്ന കാറിൽ ദിശ തെറ്റി ഇടിച്ചു കയറുകയായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിൽ നടത്തുന്ന അനധികൃത നിയമനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി സന്ദീപ് K. ബാങ്ക് ഓഫ് ബറോഡയിൽ കാലങ്ങളായി സ്വീപ്പർ അറ്റൻഡർ തസ്തികയിലേക്ക് യാതൊരു മത്സര പരീക്ഷകളുടെയും അടിസ്ഥാനത്തിലല്ല നിയമനം നടക്കുന്നതെന്നും സന്ദീപ് പറയുന്നു. ക്ലറിക്കൽ, അസിസ്റ്റന്റ് മാനേജർ തസ്തികകളിലും കള്ളരേഖകൾ ഉണ്ടാക്കി പലരും ജോലി സമ്പാദിച്ചതായും സന്ദീപ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഒരു പോലീസ് എഫ്ഐആർ എടുത്തിട്ട് പോലും 5-10 ഇവരുടെ ആൾക്കാരുടെ ഇത് ഉടനെ കൊടുക്കാന്നല്ല പറയുന്നത്. ജോലി കിട്ടിയതിനു ശേഷം ഇവരോട് അല്ല മൊത്തം കേരളത്തിൽ മൊത്തമല്ല നിയമനം ഹെഡ് ഓഫീസിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാരാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. നിയമനം നടപ്പാക്കുന്നത് മൊത്തം റീജിയണൽ ഓഫീസാണ്. അല്ലല്ല, ഇത് ഈ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമല്ലോ, ലാസ്റ്റ് ഫൈനലിൽ ഓർഡർ കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് ജോലി അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, അമ്മാരാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും ശരിക്കും കാണുന്നു, ഡീല് സംസാരിക്കുന്നു. ഓൾറെഡി ഇങ്ങനെ ആപ്ലിക്കേഷൻ എങ്ങനെ ഒഴിവ് വരുമ്പോഴത്തേക്ക് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് ഓഫ് ബറോഡയിൽ അടുത്ത ദിവസം സീപ്പർ പോസ്റ്റ് വരുന്നുണ്ട്, അപേക്ഷിച്ചു സെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്ന് ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,470 രൂപയായി. പവന് 75,760 രൂപയാണ് ഇപ്പോൾ. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ജ്യോതി VS ക്ലാസ് നയിച്ചു. പാലാ മാർസ്ലീവ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാ സോൺ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പാലാ ലാലം പഴയപള്ളി പാരിഷ് ഹാളിലായിരുന്നു ക്യാമ്പ്. കത്തോലിക്ക കോൺഗ്രസ്, കർഷക ദളങ്ങൾ, പിതൃവേദി, മാതൃവേദി, SMYM എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. ലാലം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിലിൽ അധ്യക്ഷത വഹിച്ച യോഗം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. PSWS അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൾ, സോൺ ഡയറക്ടർ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ, കോർഡിനേറ്റർ സൗമ്യ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ജ്യോതി VS ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ് പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം. നാളികേര കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകർക്കും പദ്ധതി പ്രയോജനം ചെയ്യും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്തു. മീനച്ചിൽ സ്വദേശി പിടിയിൽ. കേസിൽ ഉൾപ്പെട്ട ദമ്പതിമാർ ഒളിവിൽ. CPI ജില്ലാ സമ്മേളനത്തിന് വൈക്കത്ത് തുടക്കം. കാനം രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ. പഠനത്തോടൊപ്പം കോളേജ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. നൈപുണ്യ പരിശീലന പദ്ധതിക്ക് തുടക്കം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന്റെ പദ്ധതി മാതൃകാപരമെന്ന് ഡോക്ടർ N. ജയരാജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.